ടൈൽ പൊട്ടുന്നുണ്ട്, ചെറുതായിട്ട് ടേപ്പറിങ്ങും പൊട്ടുന്നുണ്ട്. കാലിയാണ്. നമ്മൾ ടേപ്പർ ചെയ്തെടുത്തൊന്ന് അടിച്ചു നോക്കുകയാണ്. ടൈലാണ് പൊട്ടുന്നത്. ഇവിടെ ഒന്നും ആയില്ല. ഹായ്, നമസ്കാരം. എല്ലാവർക്കും JK വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് കിച്ചൺ ടോപ്പ്, അതുപോലെ തന്നെ വീടിൻ്റെ സ്റ്റയറുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ 45 അടിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഒരു 3 വർഷം 4 വർഷമായിട്ടുള്ള ഒരു ട്രെൻഡിങ് ആണ് ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ടും. അതിൻ്റെ ഗുണവും ദോഷവുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വീട്ടിലോ ഇതുപോലെ വർക്ക് എന്തെങ്കിലും നടക്കാനുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ്. 45 അടിച്ചു കഴിഞ്ഞാൽ എത്ര നമുക്ക് അതിൻ്റെ പെർഫെക്റ്റ് ഉണ്ടാകും. നമ്മൾ 45 അടിച്ച് ഒട്ടിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര പവർ ഉണ്ടാകുന്ന ഒരു ടെസ്റ്റാണ്. നിങ്ങൾക്ക് ഏകദേശം ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പവർ ഉണ്ടാകുന്ന ഒരു ടെസ്റ്റ്. ഞാൻ അവിടെ കുറച്ച് ടൈൽ ഇവിടെ കൊണ്ടുവച്ചു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അടിച്ച് പൊട്ടിച്ച് നോക്കാന്നുള്ള ഒരു ഇതിലാണ്. ആദ്യം നമ്മളിവിടെ ടൈൽ പൊട്ടുന്നുണ്ട്, ചെറുതായിട്ട് ടേപ്പറിങ്ങും പൊട്ടുന്നുണ്ട്. കാലിയാണ്. നമ്മൾ ടേപ്പർ ചെയ്തെടുത്തൊന്ന് അടിച്ചു നോക്കുകയാണ്. ടൈലാണ് പൊട്ടുന്നത്. ഇവിടെ ഒന്നും ആയില്ല. ഇതിൻ്റെ ചെറിയൊരു പീസാണ് വെച്ചൊന്ന് നോക്കിയിട്ട് ഒന്നും ആയില്ല. ടൈലാണ് പൊട്ടുന്നത്. ഒന്നും ആയില്ല. അടുത്തൊരു പീസ് എടുക്കുന്നുണ്ട്, ഒന്നുകൂടി അടിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അപ്പോൾ ടേപ്പർ അടിച്ചു കഴിഞ്ഞാൽ എത്ര ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടോ. പൊട്ടി, ചെറുതായിട്ട് പൊട്ടി. ഒന്നുകൂടി അടിച്ചു നോക്കാം. ചെറുതായിട്ട് അല്ലേ, ചെറുതായിട്ട് പൊട്ടി. ഞാൻ അതിനൊരു വേറൊരു കാര്യം കൂടി പറഞ്ഞതാണ്. ടൈല് ഞാൻ ഇതുവരെ നിങ്ങൾ അടിച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടൈല് ഇങ്ങനെയാണ് അടിച്ചത്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടൈല് ഞാൻ ഇങ്ങനെ അടിച്ചത്. ഇങ്ങനെ അടിക്കുമ്പോൾ ഇപ്പോൾ നമ്മളെ കൈമേൽ അടിച്ചാലും വലിയ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് വൈഡാക്കി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈല് പൊട്ടുള്ളൂ, കൈ ഒന്നാവില്ല. നമ്മൾ അടിക്കേണ്ടത് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ നോക്കുക. ഈ ഒരു കണ്ടീഷനിൽ അടിക്കണം, അപ്പോഴാണ് ടൈല് പൊട്ടുന്നത്. അപ്പോഴേ ഇതിന് പവർ ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ ലെവലിലാണ് അടിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയാലും അവിടെ ഒന്നും സംഭവിക്കില്ല. ഈ ലെവലിലാണ് നമ്മൾ പവർ ഉണ്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. ഏകദേശം നാശമായി. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ തന്നെ വൃത്തികേടാണ്. കിച്ചണായാലും എവിടെയായാലും ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ വൃത്തികേട്. അപ്പം എല്ലാവരും പറയുന്നത് 45 അടിച്ച് ചെയ്യാനാണ്. ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം 45 എങ്ങനെയാണ് അടിക്കുന്നത് എന്നുള്ളത്. 45 എങ്ങനെ അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ കട്ടറിൽ 45ൻ്റെ ഒരു നിങ്ങൾക്ക് കാണാം, വീഡിയോയിൽ കാണാം. അതുപോലെ ഒരു എക്സ്ട്രാ ഒരു ഫിറ്റിങ്സ് ചെയ്തിട്ട് നമ്മൾ കട്ടർ ഒരു 45 ഡിഗ്രിയിൽ ചരിച്ചിട്ടാണ് നമ്മൾ ഇത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ടൈലിനെ അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു റീപ്പറും ഇതുപോലെ തന്നെ 45 ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ട് കൂടെ ഒട്ടിക്കുന്നതാണ് ചെയ്യാറ്. എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. 45 ഡിഗ്രിയിൽ ഇതുപോലെ തന്നെ വളരെ നൈസായിട്ടായിരിക്കും നമ്മൾ കട്ട് ചെയ്യുക. ഇവിടെ റാക്കിൻ്റെ മുകളിൽ നിങ്ങൾ കാണുന്നത് അതിൻ്റെ ഡബിൾ ഒട്ടിക്കാനുള്ള 45ൽ അത് അതിൻ്റെ മേലെ ആ കോർണർ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുക. അതിൽ നമ്മൾ റള്ളൈറ്റ് പോലുള്ള പശകളും പിന്നെ 3 ടൺ പോലെയുള്ള ലാറ്റിഗ്രേറ്റിൻ്റെ പശകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാറ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരുവിധം കുറേ പ്രൊഡക്റ്റുകളുണ്ട്, ഒരു 3-4 വിധം സാധനങ്ങളുണ്ട്. പിന്നെ മാർബിളിൻ്റെ ജോയിൻറ്റ് ഫില്ലറുമാണ് നമ്മൾ ഉപയോഗിക്കാറ്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് എല്ലാവരും ഇതിൻ്റെ വർക്ക് എടുക്കാറും. അത്ര ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അടിച്ച് തെറിച്ച് പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. വളരെ ഇതാക്കുമ്പോഴൊക്കെ നമ്മൾ വളരെ കെയർ ചെയ്തിട്ടാണ് എല്ലാ പണിക്കാരും ഇതിൻ്റെ വർക്കൊക്കെ നല്ല ഫിനിഷിങ്ങിൽ ചെയ്യാറ്. 45 അടിച്ച് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ വർക്ക് എടുത്തവർക്ക് വരെ നല്ല അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഇതായിരിക്കും അത് കാണുമ്പോൾ, അതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ വീട്ടുകാർക്കും നല്ല വരുന്നവർക്കൊക്കെ നല്ല രസത്തിലത് കാണാൻ പറ്റും. നമ്മൾ നാനോ വൈറ്റാണ് നമ്മൾ ഡബിൾ ഒട്ടിച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ കാണാം ഒരു മഞ്ഞ ലൈന്, ഡബിളിൻ്റെ അവിടെ ഒരു മഞ്ഞ ലൈന് ചെറുതായിട്ടൊന്ന് ആ ഗമ്മിൻ്റെ കളർ കാണും. അതിനെക്കൊണ്ടാണ് എല്ലാവരും 45 അടിക്കാമെന്ന് പറയുന്നതും. അതിൻ്റെ ഭംഗി കൊണ്ടാണ് മെയിനായിട്ട് 45 അടിക്കാമെന്ന് പറയുന്നത്. 45 അടിക്കുന്നതിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ കുറച്ചുണ്ട്, നിങ്ങൾക്ക് കാണുന്ന വീഡിയോയിലൂടെ.
അപ്പോൾ അത്രയും കെയർ ചെയ്തിട്ടാണ് എല്ലാവരും ചെയ്യാറ്. പിന്നെ അതുപോലെ തന്നെ ദോഷങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഒന്നാമതായിട്ട് തന്നെ നമ്മൾ വർക്ക് എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വർക്കേഴ്സ് വർക്ക് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ആദ്യം കാണിച്ചതുപോലെ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും തെറിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. അതന്നെ ബോറായി മാറും. രണ്ടാമതായിട്ട് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് അങ്ങനെ എന്തെങ്കിലും എഡ്ജിലൊക്കെ നല്ല ശക്തിയായിട്ട് തട്ടുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ എഡ്ജ് തെറിക്കാനൊക്കെ നമ്മൾ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് അടിച്ച് പൊട്ടിക്കുന്നതാണ്. അങ്ങനെയൊന്നും വീട്ടിൽ സംഭവിക്കില്ല. എന്നാലും നമ്മൾ ബൈ ചാൻസ് ഇതേപോലെ എന്തെങ്കിലും തട്ട് പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ ബ്ലേഡ് പോലെ ആവുകയാണ് ചെയ്യുന്നത്. നല്ല മൂർച്ച ഉണ്ടാവും. അത് ആകെ വൃത്തികേടായിട്ട് തന്നെ ഉണ്ടാവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ ചടച്ചു പോകും ആ സംഭവത്തോട്. അങ്ങനെ ഒരൊറ്റ പ്രശ്നം അങ്ങനെ ഒരു ഉണ്ട്. പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ പഴയ വൃത്തിയിലേക്ക് എന്തായാലും തിരിച്ചിട്ട് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റില്ല. അവിടെ എന്തായാലും കെമിക്കലായിരിക്കും വരിക. അപ്പോൾ കെമിക്കലിന് എങ്ങനെ ഇട്ടാലും നമ്മുടെ ആ ജോയിൻറ്റിൽ ഒരു ചെറിയൊരു മഞ്ഞ കളർ 45 അടിച്ചതിൻ്റെ ജോയിൻറ്റിലും കാലക്രമേണ വരാൻ സാധ്യത കൂടുതലാണ്. അതങ്ങനെ വരും. അത് എറാൾഡേറ്റിൻ്റെ കമ്പനി ആയാലും പിന്നെ നമ്മൾ ഇപ്പോൾ പുതിയ ഇറങ്ങിയ പ്രൊഡക്റ്റ് ആയാലും അവരൊന്നും ഗ്യാരണ്ടി തരുന്നില്ല. അങ്ങനെ തന്നെ അവിടെ ഒരു യെല്ലോ ഷെയ്ഡ് എന്തായാലും വരുന്നു അവരെല്ലാവരും പറയുന്നുണ്ട്. അത് ചൂട് തട്ടുമ്പോഴൊക്കെ അങ്ങനെ യെല്ലോ ഷെയ്ഡ് വരാൻ സാധ്യത കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അധികം വൃത്തികേടായിട്ടുണ്ടെങ്കിൽ സ്ലാബ് മാറ്റല്ലാതെ വേറൊരു ഓപ്ഷൻ അവിടെ കാണുന്നില്ല. സ്ലാബ് മാറ്റം തന്നെ വേണ്ടി വരും. മൊത്തം വൈറ്റ് ആണെങ്കിൽ വൈറ്റ് മൊത്തം എടുത്തിട്ട് ഒഴിവാക്കിയിട്ട് വേറെ തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സ്റ്റെയറിന് വുഡിൻ്റെ ടൈല് 45 അടിച്ച് ചെയ്യുന്നതും. കിച്ചൺ ടോപ്പിനേക്കാളും ഹെവി റിസ്ക്കാണ് നമ്മൾ അത് ചെയ്യുന്നത്. സ്റ്റെയറിന് 45 അടിച്ച് ചെയ്യുന്നത് പണിക്കാർക്ക് റിസ്ക്കിനേക്കാളും കൂടുതൽ വീട്ടുകാർക്കാണ്. അവിടെ മക്കൾ തലടിക്കാനും ഒക്കെ സാധ്യത കൂടുതലാണ്. മറ്റുള്ള മോൾഡിങ് പോലെ ചെറിയൊരു റൗണ്ടാക്കുക എന്നല്ലാതെ കൂടുതലാക്കില്ല. അവിടെ എന്തെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാലുകളൊക്കെ കീറാനും ഒക്കെ കൂടുതലും നല്ല ചാൻസാണ്. വേഗം നമ്മുടെ കാലൊക്കെ സോഫ്റ്റ് സ്കിന്നായിരിക്കും. ലേഡീസിൻ്റെ കാണുന്നുണ്ടെങ്കിൽ മക്കളുടെയൊക്കെ സോഫ്റ്റ് സ്കിന്നായിരിക്കും. അപ്പോൾ അവരിതൊക്കെ ഇതേപോലെ പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേഗം പെട്ടെന്ന് കീറാൻ നല്ല ചാൻസാണ്. ഇതിൻ്റെ ദോഷങ്ങളാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. നല്ല ഭംഗിയിൽ സാധനം അവിടെ കിച്ചണിൽ നല്ല ഭംഗിയിൽ 45 അടിച്ച് കഴിഞ്ഞാൽ കാണാൻ അതിനെല്ലാം വേറൊരു സാധനമില്ല. 45 അടിച്ച് കാണുന്നതിൻ്റെ ഭംഗി. പക്ഷെ അതിൻ്റെ ദോഷങ്ങൾ ഇതാണ്. ദോഷങ്ങൾ പറഞ്ഞത് മുഴുവനും ഈ കാര്യങ്ങളാണ് ദോഷങ്ങളുള്ളത്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക എന്ത് വേണം, എങ്ങനെ വേണമെന്ന്. ഭംഗി വേണോ സേഫ്റ്റി വേണോ നിങ്ങൾ തീരുമാനിക്കുക. പണിക്കാരെല്ലാത്തിനും ചെയ്യാണ്. എല്ലാ പണിക്കാരും അടിപൊളിയാണ്. നമ്മൾ കാണുന്ന റീൽസ് ആയാലും ഒക്കെ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ചെയ്തു തരും. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളാണ് ഉപയോഗിക്കാനുള്ളത്, നിങ്ങളാണ് കൊണ്ട് നടക്കാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.